പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ട് മാത്രമല്ല സാമ്പത്തികമായും കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ നീക്കത്തിൽ പാകിസ്ഥാനെ തിരികെ FATF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടിയാണ് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നതും. അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ തിരികെ ഉൾപ്പെടുത്താൻ ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2022 പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് FATF ഒഴിവാക്കിയത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നതിലും രാജ്യത്തിന്റെ നില മെച്ചപ്പെടുത്തുന്നതിലും വഴി തുറന്നിരുന്നു. വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പക്ഷം വിദേശ നിക്ഷേപത്തിനും രാജ്യാന്തര ഇടപെടലുകൾക്കും കടുത്ത തിരിച്ചടി ഉണ്ടാകും എന്നത് തന്നെയാണ്. ഇത് പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്നതിലും യാതൊരുവിധ തർക്കവുമില്ല. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിലും ഉൾപ്പെടെ തന്നെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കുറിച്ചുള്ള തെളിവുകളും ആശങ്കകളും അടങ്ങിയ ഒരു സമഗ്രമായ രേഖയാണ് FATF എന്ന് പറയുന്നത്. അത് സമർപ്പിക്കാൻ ഇന്ത്യ പദ്ധതി ഇടുന്നതായിട്ട് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് NIA ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധം സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ തന്നെ സമഗ്രമായ റിപ്പോർട്ടായിരിക്കും FATF അത് നൽകുക. അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെ കർശനമായ പരിശോധനയും നടപടികളും ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്യും. ജൂണിൽ നടക്കാനിരിക്കുന്ന FATFുമായുള്ള യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഈ വിഷയം ഉന്നയിച്ചേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഫണ്ടിങ്ങിന്റെ ഉറവിടം തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ നീങ്ങുന്നത്. പാകിസ്ഥാനുള്ള IMFന്റെ രക്ഷാ പാക്കേജിനെ എതിർത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ലഭിക്കാനിടയുള്ള അല്ലെങ്കിൽ വരാനിരിക്കുന്ന ലോക ബാങ്ക് വായ്പകളെയും എതിർക്കാനാണ് ഇന്ത്യ നീക്കം നടത്തുന്നത്. ലോകരാജ്യങ്ങൾക്ക് സുസ്ഥിര വളർച്ചയും സമൃദ്ധിയും കൈവരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അന്താരാഷ്ട്ര നാണയ നിധി എന്ന് പറയുന്നത്, അതായത് IMF. അതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് പരിഗണിക്കുക. 191 അംഗ രാജ്യങ്ങളാണ് ഇതിൽ നിലവിലുള്ളത്. ഉൽപാദനക്ഷമത, തൊഴിലവസര സൃഷ്ടി, സാമ്പത്തിക ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമായ സാമ്പത്തിക സ്ഥിരതയും പണസമാഹരണവും പ്രോത്സാഹിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിന്റെ അംഗരാജ്യങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവയോട് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളതെന്നും അന്താരാഷ്ട്ര പണ സഹകരണം വർദ്ധിപ്പിക്കുക, വ്യാപാര സാമ്പത്തിക വളർച്ചയുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക, സമൃദ്ധമായ ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നിങ്ങനെ 3 നിർണായക ദൗത്യങ്ങളാണ് IMFനുള്ളത്. ഈ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിന് IMF അംഗരാജ്യങ്ങൾ പരസ്പരം സഹായിച്ചും മറ്റും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായും സഹകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെ ഇരട്ട സാമ്പത്തിക പ്രഹരത്തിനാണ് ഇന്ത്യ നീക്കം നടത്തിയത്. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന ഒരു സംഘടനയാണ് FATF എന്ന് പറയുന്നത്. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളും മൂലധന ഒഴുക്കിനും കടുത്ത നിയന്ത്രണങ്ങൾ വരുമെന്നതിലും സംശയമില്ല. പാകിസ്ഥാന്റെ സാമ്പത്തിക ഇടപെടലുകളിൽ സസൂക്ഷ്മ പരിശോധന വർദ്ധിപ്പിക്കുന്നതിനായിരിക്കും ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. FATF 2018 ജൂണിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 2022 ഒക്ടോബറിലായിരുന്നു ഇത് നീക്കം ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്കുള്ള അനധികൃത ഫണ്ടിങ്ങിന്റെ ഒഴുക്ക് തടയാൻ പാകിസ്ഥാനെ ആ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ സഹായകരമായിരിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.